ഇത് നിയമവാഴ്ചയോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കോടതിയോടും കോടതി വ്യവസ്ഥയോടും നിയമവാഴ്ചയോടുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത്രയും പ്രാകൃതമായ ക്രിമിനൽ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത കൊലപാതക സംഘത്തിന് അഭിവാദ്യം പ്രഖ്യാപിക്കാൻ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ രാജ്യത്ത് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അതും ഒരു ഇടതുപക്ഷ പാർട്ടി തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ അവർ ജനാധിപത്യത്തിൽ വിശ്വാസമില്ല, നിയമവാഴ്ചയിൽ വിശ്വാസമില്ല, അവർ പാർട്ടി വാഴ്ചയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് ക്രിമിനൽ, കൊട്ടേഷൻ, അധോലോക മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ സംരക്ഷിക്കുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി പരസ്യമായി പുകവലിയെ ന്യായീകരിക്കുന്നു. കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഉപഭോഗം വർദ്ധിക്കുമ്പോൾ അതിനെതിരായി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ മയക്കുമരുന്നിന്റെ വിനിയോഗത്തെ പോലും സാധൂകരിക്കുന്ന സാംസ്കാരിക മന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം മാഫിയ സംഘത്തെ വളർത്താനാണ്, അധോലോക ഭീകര കൊട്ടേഷൻ സംഘത്തെ വളർത്താനാണ്, ക്രിമിനൽ മാഫിയ സംഘത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പൊ മയക്കുമരുന്നിന്റെ വിനിയോഗത്തെയും ഉപഭോഗത്തെയും പൂർണ്ണമായും പിന്തുണയ്ക്കുക, കൊലപാതക രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഒരു അധോലോക മാഫിയ സംസ്കാരത്തെ പിണറായി വിജയൻ കേരളത്തിൽ 9 വർഷക്കാലം കൊണ്ട് വളർത്തിയെടുത്തിരിക്കുന്നു. ആ അധോലോക മാഫിയ സർക്കാർ കേരളത്തിന്റെ സർവ്വ നന്മകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തങ്ങളെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണ സംരക്ഷണം, തങ്ങളെ എതിർത്താൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി. അതാണ് PV അൻവറിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. PV അൻവർ വനം വകുപ്പിന്റെ ഓഫീസിൽ അതിക്രമിച്ചു കിടന്നൊരു പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി, ജനകീയ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് അർദ്ധരാത്രി അല്ലെങ്കിൽ രാത്രിയിൽ ഒരു ഭീകരവാദിയെ പിടികൂടുന്നത് പോലെ പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം പോലീസ് കടന്നു ചെന്ന് വീട് വളഞ്ഞ് PV അൻവറിനെ അറസ്റ്റ് ചെയ്തത്. ഞങ്ങൾ ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, PV അൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് പൊതുമുതൽ നശിപ്പിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ, പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിലാണ് ക്രിമിനൽ കേസ് എടുത്തിട്ടുള്ളതെങ്കിൽ, കേരള നിയമസഭ തല്ലി തകർത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ മാസനഷ്ടം കേരള നിയമസഭയ്ക്ക് ഉണ്ടാക്കിയതിന് നേതൃത്വം കൊടുത്ത ഇന്ന് കേരളം ഭരിക്കുന്ന മന്ത്രിമാരടക്കമുള്ളവർക്കെതിരെ എന്ത് നടപടി, അറസ്റ്റ് നടപടി സ്വീകരിക്കാൻ പിണറായി വിജയൻ തയ്യാറായി. ആ കേസുകൾ തേച്ചു മാച്ചു കളയുന്നതിനും ആ കേസുകളെ പ്രതിരോധിക്കുന്നതിനും സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ച് കേരള നിയമസഭ തല്ലി തകർത്തവരെ സംരക്ഷിക്കുമ്പോൾ ഒരു ജനകീയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി വനം വകുപ്പിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായതിന്റെ പേരിൽ ഒരു നിയമസഭാംഗത്തെ ഭീകരവാദിയെ വളഞ്ഞുകൂടി പിടിക്കുന്നത് പോലെ വീട് വളഞ്ഞ് രാത്രിയിൽ പിടിച്ച് ജയിലിലടക്കുക എന്ന് പറയുന്ന പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് കേരളം കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്ന് പിണറായി വിജയനെയും CPM-നെയും ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, കേരളത്തിൽ നിയമവാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു, കേരളം പാർട്ടി വാഴ്ചയിൽ മാറിയിരിക്കുന്നു. CPM-ന്റെ സമഗ്രാധിപത്യമാണ് സർവ്വമേഖലയിലും, നിയമവാഴ്ചയുടെ കാര്യത്തിലും സകല മേഖലകളിലും. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് RSP മുന്നോട്ട് വെക്കുന്നത്, ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത്, പിണറായി വിജയന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കാനുള്ള ധാർമ്മിക അവകാശമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് RSPയുടെ നേതൃത്വത്തിൽ ഈ കളക്ടറേറ്റ് മാർച്ചും ജനകീയ പ്രക്ഷോഭത്തിനും നേതൃത്വം കൊടുക്കുന്നത്. പൊതുരംഗത്ത് പോലും നിൽക്കാനുള്ള ധാർമ്മികമായ യോഗ്യത P ജയരാജനില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇദ്ദേഹമാണ് ജയിൽ ഉപദേശക സമിതി അംഗമായിരിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? അദ്ദേഹത്തിന് ജയിൽ ഉപദേശക സമിതിയിൽ പോയിട്ട് ഒരു ഗവൺമെന്റ് ബോഡിയിലും ഒരു നിയമാനുസൃതമായി രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അധികാര സമിതിയിലും അംഗമായിരിക്കാനുള്ള യോഗ്യത P ജയരാജനില്ല. കാരണം കോടതിയാണ്. നിങ്ങൾക്ക് അപ്പീൽ പോകാം, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ, നിരപരാധികളാണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി വിധിക്കെതിരായി അപ്പീല് പോകാനും റിവ്യൂ പോകാനും റിവിഷൻ പോകാനും ഒക്കെ രാജ്യത്തെ നിയമമനുസരിച്ച് അവകാശമുണ്ടെന്നിരിക്കെ വിചാരണ നടത്തി, വിസ്താരം നടത്തി, വാദം നടത്തി കുറ്റക്കാരാണ് എന്ന് അസന്നിഗ്ധമായി 24 പേരിൽ 10 പേരെ വെറുതെ വിട്ട് 14 പേർ കുറ്റക്കാരാണ് എന്ന് കണ്ട് വേറിട്ട ശിക്ഷ വിധിച്ച കോടതി വിധിയെ ഞങ്ങൾക്ക് രോമത്തിന് വില പോലുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ P ജയരാജൻ പോയി അഭിവാദ്യമർപ്പിച്ചത്, CPM അഭിവാദ്യമർപ്പിച്ചത്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ജയിൽ ഉപദേശക സമിതിയിൽ തുടരാൻ കഴിയുന്നത്? ഗവൺമെന്റിന്റെയും
ഗവൺമെന്റിന്റെ ഭാഗമാണ് കോടതി. എക്സിക്യൂട്ടീവും നിയമസഭയും കോടതിയും ഗവൺമെന്റിന്റെ 3 പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. ആ ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള കോടതി വിധിയെ പുച്ഛിച്ച് പുറന്തള്ളുകയും അതേ ആൾ തന്നെ ജയിൽ ഉപദേശക സമിതിയിൽ അംഗമായിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. നിയമവാഴ്ച തകിടം മറിക്കപ്പെട്ടിരിക്കുന്നു, നിയമവാഴ്ച ചോദ്യം ചെയ്യപ്പെടുന്നു കേരളത്തിൽ. അതിനെതിരായിട്ടുള്ള ജനവികാരം നാട്ടിൽ ഉയർന്നു വരും. മറ്റൊരു കാര്യം കൂടി, ADM നവീൻ ബാബുവിന്റെ ഈ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം നൽകിയ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഹൈക്കോടതി, ഞാൻ വിധി കണ്ടില്ല, ഹൈക്കോടതി തള്ളാനിടയായിട്ടുള്ള സാഹചര്യം പോലീസ് അന്വേഷണം നടക്കുന്നു എന്നുള്ളത് കൊണ്ടാകാം. ആ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്ന് കണ്ടാൽ സ്വാഭാവികമായും CBI അന്വേഷണത്തിൽ നിയോഗിക്കാനുള്ള സാധ്യത ഇനിയുമുണ്ട്. നമുക്കറിയാം, പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ കാര്യത്തിലും ആദ്യഘട്ടത്തിൽ CBI അന്വേഷണം അനുവദിച്ചിരുന്നില്ല ബഹുമാനപ്പെട്ട കോടതി. അന്വേഷണ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ ഇനിയും കോടതിക്ക് അവകാശമുണ്ട്. സ്വാഭാവികമായും പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ആ അന്വേഷണത്തിന്റെ പുരോഗതി മനസ്സിലാക്കിയതിന് ശേഷം പിന്നീടാകാം CBIക്ക് വിടുന്നത്. അതുകൊണ്ട് അത് ഈ കേസിൽ ഒരിക്കലും നെഗറ്റീവായി വരുന്നില്ല. പോലീസ് അന്വേഷണം തൃപ്തികരമാണോ എന്നുള്ളത് തീർച്ചയായും കോടതി പരിശോധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനു മുമ്പും പല ഘട്ടങ്ങളിലും പല കേസുകളിലും CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ കേസുകൾ പോലും പിന്നീട് CBI അന്വേഷണത്തിന് വിട്ടിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതും അതിൽ നിന്ന് വ്യത്യസ്തമാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം.